അത് പിടിക്കുക. അത് ഇന്നലെ കത്തോലിക്കര് ഓൾറെഡി അവന്റെ ആ 3 മിനിറ്റ് അജി ബ്രദറെ, അവന്റെ ആ 3 മിനിറ്റ് ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങൾ ടോപ്പിക് ഡിബേറ്റ് സെറ്റ് ചെയ്യാം. ഒന്ന് 3 മിനിറ്റ് അജി ബ്രദർ ഭക്ഷണം കഴിച്ചു വാ. 3 മിനിറ്റ് മതി. ഒന്ന് കിക്ക് ബാക്ക് ചെയ്യ്, ഒന്ന് റിലാക്സ്. 1 മിനിറ്റ്. അതായത് ഇവൻ പറഞ്ഞു പെന്തക്കോസുകാരുടെ ഒന്ന് വെയിറ്റ് ചെയ്ത കുറച്ചു നേരം ആലോ എല്ലാവർക്കും സമയത്തിന് മേലെയുള്ളൂ. കേസ് വെയിറ്റ് ചെയ്തേ. താങ്കൾ ഇതിലില്ലല്ലോ, എന്തിനാ അതിനിടയിൽ കൊണ്ട് സംഭവിക്കുന്നത്? 1 മണിക്കൂറല്ല 1.5 മണിക്കൂർ. എന്റെ പൊന്നാലെ 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് അതിനിടയിൽ കയറി കൊണ്ടുപോകാൻ പറയല്ലേ. ഓക്കെ, ഇവിടെ ആദം ദൈവത്തെയാണ് അവഹേളിക്കുന്നത്. ശ്രദ്ധിക്കണേ, റോമൻ കത്തോലിക്കർക്ക് അതിനകത്ത് എതിർപ്പില്ല. അതുപോലെ തന്നെ താഴെ ഇരുന്ന് സപ്പോർട്ട് ചെയ്യാണ് ദൈവത്തെ. ഇവൻ ദൈവം സാറെന്ന് വിളിക്കുന്ന ഒരു റോമൻ കത്തോലിക്കന്റെ അടുത്ത് അവന്റെ സഭയിലെ അച്ഛന്മാരുടെയും മാർപ്പാപ്പമാരുടെയും മ്ലേച്ഛത പറഞ്ഞാൽ അത് തെറിയാണെന്ന് പറയും. ഇവൻ പറയാണ് പരസ്യമായി സ്റ്റേജിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന്. ഒരു വീഡിയോ കണ്ടായിരുന്നു. അത് അവിടുത്തെ ആഫ്രിക്കയിലെ പെന്തക്കോസുകാരെ കളിയാക്കുന്ന നിരീശ്വരവാദികളാണ്, നിരീശ്വരവാദി റോക്കറ്റുകളാണ് ആ വീഡിയോ ഉണ്ടാക്കിയത്. ആഫ്രിക്കയിലെ നിരീശ്വരവാദികൾ. അത് ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ നടന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ 1500-കളിലെ 1400 ഏത് വർഷമായിരുന്നു, 92 തൊട്ട് 1503 വരെ പോപ്പായിരുന്ന അലക്സാണ്ടർ ആറാമൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയുള്ള കൊടും ക്രിമിനലുകള് ഏകദേശം 100-ലധികം ഉണ്ട്. 266 പോപ്പുമാരില് പകുതി പേരും കൊള്ളയും അങ്ങനെയുള്ള വൃത്തികേടുകളൊക്കെ തന്നെ ചെയ്തിരുന്നവരാണ്. പകുതി പേര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടയിൽ ഭർത്താക്കന്മാര് തല്ലിക്കൊന്നവരുമാണ്. തെളിവുണ്ട താഴെ പറയാണ്. തെളിവ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അലക്സാണ്ടർ ആറാമൻ, റോഡ്രിഗോ ബോർജിയ എന്നാണ് ശരിക്കുള്ള പേര്. ഇവന്മാർ പേര് മാറ്റി വെക്കും. തങ്കപ്പൻ, കുണ്ണപ്പൻ എന്നുള്ളതൊക്കെ മാറ്റിയിട്ട് പിയൂസ് 16-ാമൻ. യഥാർത്ഥ പേരെന്താ? ആദം. യഥാർത്ഥ പേര് റോണി ആണെങ്കിലും പെട്ടെന്ന് തന്നെ പിയൂസ് 5. എന്താ പേര്? തുരപ്പൻ ബാസ്റ്റിൻ. പേര് മാറ്റുകയാണ്. പിയൂസ് 10. ഇങ്ങനെ ജോൺ 14. എത്ര തന്തയുണ്ട്? 15 എന്നിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. പരസ്യമായി അൾത്താരയിൽ വെച്ച് അമ്മയെയും മകളെയും അയാളുടെ ആ പെണ്ണിന്റെ മോളെയും ഒരുമിച്ച് സ്റ്റാക്ക് ചെയ്തിട്ട് ഭോഗിച്ച ചരിത്രം കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഇവര് സഭയുടെ വിശുദ്ധ സീക്രട്ട് ട്രഡീഷനിൽ വെച്ചിട്ട് അത് കക്ഷത്ത് വെച്ചിരിക്കുന്നതാണ് ആര്? ഇവിടെ ഇരിക്കുന്ന പറങ്കികൾ എന്ന് പറയുന്നത്. പറങ്കി എന്ന വാക്ക് ഞാനല്ല, സഭാചരിത്രത്തിൽ തന്നെ ഇവരെ വിളിച്ചിരുന്ന പേരുകളാണ്. ചെറിയത് മിണ്ടായിരിക്കണം അവിടെ പട്ടി. മ്യൂട്ടി പറയട്ടെ. നീ ഇത്ര നേരം പൊട്ടാത്ത ഗുരു ഇപ്പൊ പൊട്ടിയേ നീ പറയട്ടെ. എനിക്ക് തന്തയെങ്കിലും ഉണ്ടല്ലോ പൗലോ, കുളമാവിലെ കുളക്കോഴി. 1 മിനിറ്റ്. ഞാനവിടെ കൊടുത്തവനെ തല്ലണം. ഓക്കെ, ഞാൻ ഫ്ലോ അങ്ങ് പോയി. ഞാൻ പറയുന്നത് ശരിക്കും നടന്ന ഒരു സംഭവമാണ്. അൾത്താരയിൽ ലാട്രിൻ എന്ന് പറയുന്ന സ്ഥലമാണ്. നേരത്തെ പറഞ്ഞില്ല, മൂത്രം ഒഴിച്ചു വെക്കാനാണോ? അവിടെ ആ പെണ്ണുങ്ങൾ മുള്ളിയും തൂറിയും പോയിട്ടുണ്ട്. കാരണം ഇവനൊക്കെ എന്നാ ഊക്കനെന്നറിയാമോ? ജനങ്ങളുടെ പൈസ കൊണ്ട് മുറ്റിയ ഇവൻ കാമം തീർത്തത് അൾത്താരയുടെ ബെഞ്ചിൽ കയറ്റിയിട്ടാണ് അമ്മയും മോളെയും ഒക്കെ ഒരുമിച്ച് കളിച്ചത്. ഇത് ചരിത്രത്തിലുള്ളതാണ്. തെളിവ് ആർക്ക് വേണമെങ്കിലും ഞാൻ തരാം. ഇത് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലുള്ള. അപ്പൊ പറയും ഇത് ഒരുത്തനാണെന്ന്. 9 പാർപ്പാപ്പന്മാര് സ്വർഗഭോഗികളായിരുന്നു. മിക്കവാറും എല്ലാവരും അൾത്താരയുടെ മേശയിൽ ഇരുന്ന് കളിച്ചിട്ടുണ്ട്. സ്വർഗഭോഗം ഉൾപ്പെടെയുള്ളവ ചെയ്തിട്ടുണ്ട്. പരസ്യമായിട്ടാണോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല. പക്ഷെ തെളിവുണ്ട്. അൾത്താരയിൽ പോലും മാംസകേളികൾ കൊണ്ടാടി എന്ന് തന്നെയാണ് JP തോട്ടിലിന്റെ ഈ സഭാചരിത്രത്തിൽ പറയുന്നത്. അൾത്താരയിൽ പോലും മാംസകേളികൾ കൊണ്ടാടി. ഇപ്പൊ ഈ 1998 2000 വർഷത്തിനടുത്ത് കൊല്ലത്തെ ഒരു രൂപതാ മെത്രാനാണ് ഈ ആർത്തവ രക്തം കൊണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാം. കൊച്ചി രൂപതയാണോ കൊല്ലം രൂപതാ, ഞാൻ അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഗേൾ ഫ്രണ്ടിന്റെ ആർത്തവ രക്തം കൊണ്ട് ഭദ്രാസനവും അൾത്താരയൊക്കെ പുള്ളി ഹിസോപ്പ് രക്തം കൊണ്ട് തളിച്ച് ശുദ്ധീകരിച്ചായിരുന്നു. പുള്ളിയില് ഈ മാർപ്പാപ്പമാരുടെ അതേ കാമവെറിയാണ് ഇവനിലൊക്കെ. ഈ ഇവിടുത്തെ റോമൻ കത്തോലിക്കരിൽ വ്യാപരിക്കുന്ന അതേ കാമവെറി തന്നെയാണ്. അതായത് ലിംഗം വിട്ട് ഒരു കളിയില്ല. ഇപ്പൊ സിസ്റ്റർ സെഫി ഒരു ഓക്സിമോറോണാണ് ഈ കന്യാസ്ത്രീ എന്ന് പറയുന്നത്. സിസ്റ്റർ സെഫിയുടെ ഇത് ഒട്ടിക്കാൻ വേണ്ടി ഓസ്ട്രേലിയയിൽ പോയിട്ട്, കാരണം ഈ അച്ഛന്മാർ രണ്ടുപേരും ഒരുമിച്ച് കയറ്റി എന്താ പറയാ, ബോംബ് പൊട്ടിയ കിണർ പോലെ ആയ സാധനം അത് ഒട്ടിക്കാൻ വേണ്ടി അവര് രാപകല്
പണിയെടുത്തിട്ടാണ് ഇവരുടെ ഈ കന്യാചർമ്മം ഒട്ടിച്ചു വെച്ചത്. അതിന് ഒരു മെഗാ പ്ലാസ്റ്റിക് സർജറി വേണ്ടി വന്നെന്നാ പറയുന്നത്. ഡോക്ടർമാർ പറഞ്ഞു ഇറ്റ്സ് ഇൻക്യൂറബിൾ, കാരണം ഇതിൽ എന്തോ ട്രെയിൻ പോലെ എന്തോ കടന്നു പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. കോടതി കണ്ടെത്തിയതാണ് ഈ കന്യാചർമ്മം പിന്നെ ഒട്ടിക്കാൻ വേണ്ടി 2-3 ദിവസത്തെ ഓപ്പറേഷൻ വേണ്ടി വന്നു. കാരണം അതുപോലെ ഇറ്റ്സ് ഇൻക്യൂറബിൾ എന്നും തിലകൻ എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്തൂടെ കയറി ഇറങ്ങിയ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ നാറുക റോമൻ കത്തോലിക്ക മതം ആയിരിക്കും. അതുകൊണ്ട് അതിന്റെ ചെക്ക് ലിസ്റ്റ് എടുക്കാനാണെങ്കിൽ ഇന്ന് വൈകുന്നേരം വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. ലൈംഗിക മാംസകളിയുടെ കഥകൾ പരസ്യമായി അൾത്താരയിൽ ഭോഗിച്ച കഥയുള്ളത് റോമൻ കത്തോലിക്ക മതത്തിൽ മാത്രമാണ്. അതെ, കൊച്ചിൻ മെത്രാനാണ്, എനിക്ക് ബാക്ക് ചാനലിൽ കൂടെ എവിഡൻസ് വന്നു, കൊച്ചിൻ മെത്രാനാണ് ആർത്തവ രക്തം കൊണ്ട് ഭദ്രാസനം തളിച്ചത്. ഇവന്മാരുടെ തലച്ചോറിനകത്ത് കാമം വിട്ടൊരു കളിയില്ല എന്നുള്ളതാണ്. അത് മാർപ്പാപ്പമാര് മാത്രമല്ല, ഏറ്റവും താഴ്ന്ന പറങ്കി പോലും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചർച്ച ചെയ്തെന്താണ്, ഇവർ ദൈവത്തെ അവഹേളിക്കാൻ വേണ്ടി തന്നെയാണ് ദൈവം പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അതിനെ നമസ്കരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ ദേവാലയത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ച് നമസ്കരിച്ച ഒരു കാര്യവും ഇല്ലെന്ന് അറിഞ്ഞിട്ടും ഇവൻ മനഃപൂർവ്വം യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഇവർ കള്ളം പറയുകയാണ്. ഈ വിഗ്രഹം ഇരിക്കുന്ന, വിഗ്രഹാരാധന നടക്കുന്ന ഒരു സ്ഥലമാണോ യേശു ക്രിസ്തു ഇതെന്റെ പിതാവിന്റെ ആലയം എന്ന് പറഞ്ഞത്, എനിക്ക് പിതാവിനുള്ളതിൽ ഇരുന്ന് പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞത്? അപ്പൊ യേശു ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവർക്ക് ആകെ ബന്ധമുള്ളത് അസ്തരോ താമൂസ് എന്ന് പറയുന്ന ഒരു തള്ള കുഞ്ഞ് സങ്കല്പത്തിലെ ദേവീ സങ്കല്പമാണ്. ഡയാന, അതുപോലെ അശേര, അതുപോലെ അസ്തരോ താമൂസ്, തള്ള കുഞ്ഞ് സങ്കല്പമാണ് ഇവരുടെ ദേവി എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് വേണേ പറഞ്ഞോ, ആ ദേവിയെ ഇവര് യേശുവിന്റെ അമ്മയായ മാതാവെന്ന് പേരിട്ടിട്ടാണ് വിളിക്കുന്നത്. മാമോദിസ മുക്കി യേശുവിന്റെ അമ്മയുടെ പേരിട്ടിട്ടാണ് അൾത്താരെ വെച്ചിരിക്കുന്നത്. സത്യത്തിൽ ആ രൂപം ഒരു മദാമയുടെ ആയത് എങ്ങനെയാണെന്ന് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഈ അലക്സാണ്ടർ ആറാമന്റെ, നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, GUILIAFARNES, ഗിലിയ ഫാർണീസ് എന്ന് പറയുന്ന 15 വയസ്സുള്ള ഒരു വെപ്പാട്ടി ഉണ്ടായിരുന്നു. ആ വെപ്പാട്ടി ഞാൻ പറഞ്ഞുതരാം. 1474 ജനിച്ച സ്ത്രീയാണ്. ഗിലിയ ലാ ബെല്ല എന്നറിയപ്പെട്ട, ഗിലിയ ലാ ബെല്ല എന്ന് പറഞ്ഞാൽ ലാറ്റിനിൽ ബ്യൂട്ടിഫുൾ എന്നാണ്. അതായത് 15 വയസ്സുള്ളപ്പോൾ ഒർസീനി എന്ന് പറയുന്ന ഒരുത്തന്റെ കൂടെ കെട്ടിയതാണ്. ഇയാൾക്ക് ഓൾറെഡി 10-15 വെപ്പാട്ടിമാരൊക്കെ ഉണ്ട്. കല്യാണം കഴിക്കത്തില്ല, ഇഷ്ടം പോലെ ഇങ്ങനെ വെടിവെച്ച് നടക്കാം. ഇഷ്ടം പോലെ ബാസ്റ്റേഡ് ആയിട്ടുള്ള മക്കളും ഉണ്ട്. ഈ കത്തോലിക്ക സഭാ ചരിത്രത്തെ പല രീതിയിൽ തിരിച്ചിട്ടുണ്ട്. ഏജ് ഓഫ് ഹാർലെറ്റ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ കുലടകളുടെ ഭരണകാലം, അത് വേശ്യാധിപത്യ കാലം എന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. പിന്നെ കൗഡലയന്മാരുടെ കാലം, ഏജ് ഓഫ് ബാസ്റ്റേഡ്സ്, ഏജ് ഓഫ് ഹാർലെറ്റ്സ് ഉണ്ട്, ഏജ് ഓഫ് ബാസ്റ്റേഡ്സ് ഉണ്ട്. അതായത് ഒരു വേശ്യാലയത്തിൽ ഇരുന്നാണ് പിന്നെ 2-3 വേശ്യമാരാണ് തീരുമാനിച്ചിരുന്നത് മാർപ്പാപ്പ ആരാവണം എന്നൊക്കെ തീരുമാനിച്ചിരുന്നത് 2-3 വേശ്യമാരാണ്. അപ്പൊ അവരുടെ പേരൊക്കെ ഞാനിപ്പം എടുത്തെടുത്ത് പറഞ്ഞുതരാം. അപ്പൊ അതുപോലെ തന്നെ ഇവർ ഈ വേശ്യമാരിൽ ഉണ്ടാകുന്നവരാണ് മിക്കവാറും എല്ലാവരും മാർപ്പാപ്പയായത്. ഉദാഹരണത്തിന് ഈ പെണ്ണിന്റെ ബ്രദർ പോലും, ഈ പെണ്ണിന്റെ ബ്രദർ, അതെ ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് പെറ്റിക്കോട്ട് മാർപ്പാപ്പ എന്നറിയപ്പെടുന്ന അലസാൻഡ്രോ ഫാർണീസ്, ഇവന്റെ കർദിനാളായ പെറ്റിക്കോട്ട് കർദിനാൾ എന്നറിയപ്പെട്ട, അതായത് പെങ്ങളെ കൂട്ടിക്കൊടുത്തതിന് മാർപ്പാപ്പയും കർദിനാളും ആയതാണ് അലസാൻഡ്രോ ഫാർണീസ്. ഓക്കെ, എനിക്ക് 8 മിനിറ്റ് തരണേ. എന്ത് 8 മിനിറ്റ്? നീ എത്ര മിനിറ്റ് എടുത്തു? ഒരു 4 മിനിറ്റ് എക്സ്ട്രാ, 4 മിനിറ്റ്, 4. അത് 5 മിനിറ്റ് എന്ന് പറഞ്ഞാലോ? 5 മിനിറ്റ് എടുക്കും. ഒരു സന്തോഷമല്ലേ? 8 മിനിറ്റ് എടുത്തിട്ട് മതി. നിങ്ങള് പെന്തക്കോസ് അല്ലടാ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ നുണ പറയുന്നേ? പറയും, നീ എടുക്ക, 5 മിനിറ്റ് എടുക്ക, നിന്റെ കൂടെ ഞാനുണ്ട്. ഞങ്ങൾ എപ്പോഴും വീണ് കിടക്കുന്നവരെ കൂടിയാ. കൊടുക്ക, അവൻ ആ പാടെ കുരുപൊട്ടിയിരിക്കുക, പാവം ഒന്ന് കരയട്ടെ, കുരുപൊട്ടിയിരിക്കുക പാവത്തിന്. തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ശരി, തുടങ്ങിക്കോ. എടാ, ഈ ബൈബിളില് ഞാൻ ഇവനോട് പിന്നെ വിഗ്രഹാരാധനയെ കുറിച്ച് ചോദിച്ചിട്ട് ഇവൻ എന്ത് തേങ്ങാക്കോലെ ഇവൻ ഈ പറയുന്നേ? ഇവൻ എന്താ ഇതിനെപ്പറ്റി എന്തെങ്കിലും ABCD അറിയാവോ? നമുക്ക് ടോപ്പിക്കിൽ ഇന്ന് സംസാരിച്ചാ മതിന്നേ. അതായത് ഇവന്റെ ദൈവം 20ന്റെ പൂതി പറയും, ശില്പം ഉണ്ടാക്കരുത്, മറ്റേതുണ്ടാക്കരുത്, ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങോട്ട്
പിന്നെ ഇതിനകത്തിട്ട് പൂട്ടും, മറ്റേതിനകത്തിട്ട് ആട്ടും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് 20:3 കിടക്കുന്ന ഒന്നാമത്തെ ഭീഷണിയാണ്. നിങ്ങൾ കേക്ക്, ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. പുറപ്പാട് 20:3 എന്നാ ഭീഷണി നമ്പർ 1. ഭൂമിക്ക് പിന്നെ മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമയോ സ്വരൂപവും നീ നിർമ്മിക്കരുത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മലയാളം അറിയുന്നവന് മനസ്സിലായല്ലോ. ഇത് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കരുത്. 5, അവയ്ക്ക് മുൻപ് പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുമായ ദൈവമാണ്. മനസ്സിലായല്ലോ? എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3ഉം 4ഉം തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ബന്ധക്കോസ്തുകാർ ചെവി എടുത്ത് കേട്ടല്ലോ. പുള്ളി ഇവിടെ ഭീഷണിപ്പെടുത്തി 2-3 തലമുറ വെച്ച് ചാമ്പെന്ന് പറഞ്ഞവനാണ് ദൈവം. 31:3 ആയപ്പോഴത്തേന് ഈ ദൈവം സാർ അത് മറന്നുപോയി. ചിലപ്പം പുക വലിച്ചതിൻ്റെ ആയിരിക്കാം. അല്ലേ നിങ്ങൾ പറ. ഇയാള് കഞ്ചാവ് വലിച്ചിട്ടായിരിക്കുന്നേ. ഇയാള് പറഞ്ഞ സംഭവം മറന്നുപോയി. ഇയാൾ അവിടെ എഴുതി വെച്ചേക്കാണ്, കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക, സ്വർണം, വെള്ളി, ഓട് എന്നിവ കൊണ്ട് പണിയുക, പതിക്കാനുള്ള രത്നങ്ങൾ ചെത്തി മിനുക്കുക, തടിയിൽ കൊത്തുപണി ചെയ്യുക, ഇങ്ങനെ എല്ലാ തരം ശില്പവേലകൾക്കും വേണ്ടിയാണ്. ഒന്നിൽ ഇയാൾക്ക് പ്രാന്താണ്, അല്ലെ നിങ്ങൾക്ക് പ്രാന്താണ് ഇത് വിശ്വസിക്കുന്നു നിങ്ങൾക്ക്. അല്ലെ ഇവൻ കഞ്ചാവ്